Why did you want to make a movie? No, actually that was my dream because I went to School of Drama after my 12th standard. I didn't go and study graduation. My graduation Not an was undergraduate. yeah, I'm an undergraduate, and I know, but unfortunately my School of Drama degree graduation it is. Okay. It's not diploma. Oh, okay. So I finished that, and then I went to Bombay. I wanted to do commercial. I just got into commercials, and then it worked for me. So I stayed there. Okay. But my dream just still it was there in me. But I wanted to ആദ്യത്തെ ഒരു സിനിമ ചെയ്യുന്നത് മലയാളം സാഹിത്യത്തിൽ നിന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതാണ് ഇത്രയും നാള് കമേഴ്ഷ്യൽസ് ചെയ്ത ഒരാള് അതെ ടോട്ടലി നോൺ കമേഴ്ഷ്യൽ ഫിലിമാണ്. അപ്പോൾ എനിക്ക് മലയാള സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയായിരിക്കണം എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാനസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരുടെ 2 ചെറുകഥകൾ വായിച്ചിട്ട് ബാലേട്ടന് ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ബാലേട്ടൻ പറഞ്ഞ നല്ല സംഭവമാണ്, നമുക്കത് സ്ക്രിപ്റ്റ് കഥ ആക്ച്വലി ഹി ഫോംഡ് എ ന്യൂ സ്റ്റോറി ഔട്ട് ഓഫ് ദ 2 ഷോർട്ട് സ്റ്റോറീസ്. എന്നിട്ട് അത് ഫുള്ളായിട്ട് അവർ വെച്ച് അതിനെ നല്ലൊരു സ്ക്രിപ്റ്റ് ആയപ്പോൾ ദെൻ ഐ തോട്ട് ഓക്കെ ദിസ് ഇസ് ദ ടൈം. അപ്പോൾ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത്, കാരണം വേറെ ആരും പ്രൊഡ്യൂസ് ചെയ്യില്ല. നല്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവിടെ പ്രൊഡ്യൂസേഴ്സ് ഇല്ല. അപ്പോൾ നല്ല സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വന്തം കാശിറക്കി സ്വന്തം ചെയ്യുക. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ അടൂർ സാറിനെയും അരവിന്ദനെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇത്രയും സ്ട്രഗിളിൻ്റെ ഇടയിൽ കൂടെ ആയിട്ടാണ് അവർ ഇത്രയും നല്ല നല്ല സിനിമകൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ സിനിമ ചെയ്യണം എന്നുള്ളൊരു കൂടെ പ്രൊഡ്യൂസേഴ്സ് ഇല്ല എന്നുള്ളൊരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ സ്വന്തം കാശിറവാക്കി പടം ചെയ്യണം. അത് മാത്രമല്ല എല്ലാ മീഡിയ സപ്പോർട്ട് ഉണ്ടാവില്ല. ഓൺലി സ്റ്റാർ ഉണ്ടെങ്കിൽ മാത്രമേ മീഡിയ വരുള്ളൂ. അങ്ങനെ മീഡിയ സപ്പോർട്ട് ഉണ്ടാവില്ല. നല്ല സിനിമയ്ക്ക് ഒരു പ്രോത്സാഹനം കൂടെ കിട്ടില്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്തപ്പെട്ട പടം അപ്പോഴല്ല അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടത്. അത് കഴിഞ്ഞ് എല്ലാം വന്ന് അവാർഡ്സൊക്കെ വന്ന് പിന്നെ പീപ്പിൾ സ്റ്റാർട്ടഡ് സീയിങ് ഇറ്റ് ഇൻ ടെലിവിഷനിലൂടെയാണ് പുനർദാസം കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആയത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരുപാട് പേര് നല്ലോണം ഇപ്പോൾ ഈ ഫിലിം മേക്കേഴ്സ്, ക്രിയേറ്റീവ് ഫിലിം മേക്കേഴ്സ്, ഇപ്പോൾ ഹരിഹരൻ സാറ്, അതുപോലെ തന്നെ അടൂർ സാർ, ഇവർക്കൊക്കെ ഫിലിം കണ്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു തന്നെ പടം കണ്ടിട്ട്. ഒരുപാട് പേര്, സത്യനന്ദിക്കാട്, എല്ലാവരും ഓൾമോസ്റ്റ് ഓൾ ക്രിയേറ്റീവ് സപ്പോർട്ട് ഭയങ്കരമായിട്ട് കിട്ടിയ പടം അത്. എവറി ഡയറക്ടേഴ്സ് അപ്രീഷിയേറ്റഡ് ദ ഫിലിം ദ സെയിം വേ. ലെനിൻ രാജേന്ദ്രൻ, എവറിബഡി വേണു, എവറിബഡി അപ്രീഷിയേറ്റഡ് ദ ഫിലിം ദ സെയിം വേ. സോ വളരെയധികം ക്രിയേറ്റീവ് സപ്പോർട്ട് കിട്ടിയ ഫിലിമാണ്. പക്ഷേ ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മൾ തന്നെ ചിലവ് ചെയ്ത് സിനിമ ചെയ്താൽ മാത്രമേ ഇന്ന് നല്ല സിനിമ ചെയ്യാൻ പറ്റൂ. ദാറ്റ്സ് എ വെരി സാഡ് പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷേ ഞങ്ങളൊക്കെ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയത് മലയാളത്തിലെ നല്ല നല്ല സിനിമകൾ കണ്ടിട്ടാണ്. പക്ഷേ ഇന്ന് അങ്ങനെ പ്രചോദനം നൽകുന്ന നല്ലൊരു സിനിമ കാണാനുള്ള അവസരമില്ല. ഇനിയിപ്പോൾ നമ്മൾ ആസ് എ ഫിലിം മേക്കർ നമ്മൾ ചെയ്യാൻ പോയാൽ നമുക്ക് അതിനൊരു പ്രൊഡ്യൂസറെ കിട്ടില്ല. ഇറ്റ്സ് എ ഫാക്ട്. ടേസ്റ്റ് മാറിയെന്ന് പറഞ്ഞാൽ എവറി ടേസ്റ്റ് ഷുഡ് ചേഞ്ച്, ബട്ട് ഇറ്റ് ഷുഡ് ബി ഫോർ ദ ഗുഡ്. ഹൗ ഡു വി നോ? കാരണം പബ്ലിക്കാണ് ചൂസ് ചെയ്യുന്നത്. അതെ, പബ്ലിക്കാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷേ പബ്ലിക്കിൻ്റെ ഇപ്പോഴത്തെ എനിക്ക് തോന്നിയിട്ടില്ല എന്താ വെച്ചാൽ ഇപ്പം ഇന്നത്തെ ഒരു വായനാശീലം അല്ലെങ്കിൽ ഇതിൻ്റെ എസ്തെറ്റിക്കിനെ ആസ്വദിക്കാനുള്ളൊരു ഇപ്പോൾ ഒരു പെയിൻറ്റിങ് കണ്ടാൽ ആസ്വദിക്കാനുള്ളൊരു മാനസിക ശേഷി, അങ്ങനെയുള്ള ശേഷികളൊക്കെ ഒന്ന് കുറഞ്ഞു വരിക. കാരണം ഒരു എസ്തെറ്റിക് ആർട്ട് ഫോമിൽ നിന്ന് വളരെയധികം, ഏത് നാടകത്തിൻ്റെ ആയാലും ശരി, കവിതയുടെ ആയാലും ശരി, ഇന്ന് എത്ര ആൾക്കാർക്ക് എത്ര കവിതകൾ അറിയാം, എത്ര പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. സോ അതെല്ലാം ബാധിക്കുന്നുണ്ട്. അതെല്ലാം ബാധിച്ചത് ഒരു കല എന്നുള്ളൊരു എസ്തെറ്റിക് വാല്യൂവിനെയാണ്. അത് ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു എസ്തെറ്റിക് വാല്യൂവിനെയാണ് അത് അഫക്റ്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ നല്ല സിനിമകൾ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് വരാത്തത്. കാരണം ഏതൊരു പ്രൊഡ്യൂസറും സിനിമ ചെയ്താൽ അയാൾക്ക് അറ്റ്ലീസ്റ്റ് മുടക്കിയ കാശെങ്കിലും കിട്ടണം. ബിക്കോസ് ദെൻ ഓൺലി ഹി ക്യാൻ മേക്ക് അനദർ ഫിലിം. Then your second movie was a non-Malayalam. Non-Malayalam film that is called Freaky Chakra. It is a English movie. Yeah. English. Why? No, it is because actually what happened is ഞങ്ങൾ എൻ്റെ കുറേ അസിസ്റ്റൻസും ഞാനൊക്കെ പാടിയിട്ട് അവിടെ ഒരു 7 days we didn't have work. Okay. We were having pre-production work going on for a commercial. So we all sat together and we thought, let's just bounce and make a script. So I think it was a first ensemble script. Okay. So ഞങ്ങൾ അവിടെ ഇരുന്നു, ബൗൺസ് ചെയ്തു ഒരു സ്ക്രിപ്റ്റായി. ഒരു ജസ്റ്റ് സിറ്റുവേഷൻസ് ആയി. അതോടുകൂടി തന്നെ ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിനെ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നു. വേറൊരു അയാൾ വരുന്ന എഴുതുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒരു 8 ആളാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. 8 of us sat together, all my assistants and myself. Sat together. സ്ക്രിപ്റ്റിന് കിട്ടിയില്ല, ബട്ട് ഫിലിമിനാണ് കിട്ടിയത്. ഫിലിമിന് ഈവൻ ഐ വാസ് നോട്ട് ദെയർ, ബട്ട് ദേ അനൗൺസ്ഡ് ഇറ്റ് ആസ് എ സർപ്രൈസ്. സോ ഐ വാസ് നോട്ട് ദെയർ. പക്ഷേ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള അതൊരു ഭയങ്കര ഒരു ഫീലായിരുന്നു. അങ്ങനെ ഒരു ഇംപ്രവൈസ്ഡ് ക്വാളിറ്റി ഫിലിമിന് വന്നു. കാരണം എവറിത്തിങ് ഈസ് ഒരു 8 ആളുടെ ബ്രെയിൻ ഒന്നായിട്ട് വർക്ക് ചെയ്ത സ്ക്രിപ്റ്റാണത്. പിന്നെ ഇറ്റ് വാസ് എ വെരി വാക്കി ഫിലിം, വെരി വാക്കി ഫിലിം. അതായത് പുനരധിവാസത്തിൽ നിന്നും കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫിലിമാണ്. ലിറ്റിൽ ബിറ്റ് ഹ്യൂമർ, ലിറ്റിൽ ബിറ്റ് ഇമോഷൻ, ലിറ്റിൽ ബിറ്റ് റൊമാൻസ്, ലിറ്റിൽ ബിറ്റ് ലസ്റ്റ്, അങ്ങനെയുള്ള സിനിമയായിരുന്നത്. ഇറ്റ്സ് സോ ദാറ്റ് സബ്ജക്ട് സൂട്ടഡ് ഇംഗ്ലീഷ്, നോട്ട് ഈവൻ ഇംഗ്ലീഷ്. സോ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഇംഗ്ലീഷ് മിക്സ്. അതൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ
Okay. ജീവിക്കുന്ന ആൾക്കാരുടെ ഫിലിം ആകുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഏത് ഭാഷ സംസാരിക്കണമോ ഇപ്പോൾ അതേ സിനിമയിൽ തന്നെ അയാൾ അയമ ദീപ്തിനോൽ മാർക്കറ്റിൽ പോയാൽ അയമ ഹിന്ദി സംസാരിച്ചാൽ മാർക്കറ്റിലുള്ള ആൾക്കാർ കന്നഡത്തിലാണ് സംസാരിക്കുക. Oh, okay. സോ ഇറ്റ്സ് വാട്ട് എവർ. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അടുത്ത് ഇവ പോയിട്ട് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പറഞ്ഞാൽ അവർ കന്നഡത്തിൽ മറുപടി പറയും. അവരുടെ ഭാഷ ഏതാണോ കംഫർട്ടബിൾ ആ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഒരു 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 മലയാളത്തിൽ മാത്രമേ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ എന്നുള്ളൊരു റൂളൊന്നും ഇല്ലാതെ അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. Totally. ഒരു ലാംഗ്വേജിന്റെ. അതെ. Okay. So you are not bound to one language. ഇല്ല I wanted to do different kind of films, different kind of language. Actually when I was thinking for a Bhojpuri film now. So something very different. Films ഭയങ്കര hit ആണ്. That because it is like it is commercially very viable. Lot of Bhojpuri speaking people. Yeah. Not so because of that lot of നമ്മുടെ ഈ സാധാരണ നമ്മുടെ stars ഇല്ലേ ഹിന്ദി stars are doing Bhojpuri films. Abhishek Bachchan. Yes, they are all doing Bhojpuri films. അതുപോലെ foreign artistകളൊക്കെ തന്നെ വരുന്നുണ്ട്. കാരണം Bhojpuri is a you can make a film with less than 1 crore. Business is more than that. So that's more safer. Okay. So അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. Okay, then again you came back to Malayalam with a romantic film. So that is Mullavaliyum Thermavum was completely about romance. And also it has done a different kind of visualization pattern. You always change visually also every film will look different. Depend on anji film. No, it just depends. Like a subject demands. Is it because Tangaloru ad film making? Alla, nothing to do with ad film. Okay. It is any cinema. See, that's a wrong concept because any well-known directors now you take in India and abroad are ad filmmakers. Okay. Now I'll tell you what. Shyam Benegal, Satyajit Ray. Okay. Then I can tell you a lot of names. Rakesh Mehra, who did just now. Mahesh Matai. Then Parinita Pradeep Sarkar. Then lot of them in India. David Lean. Exterior, if you take. Okay. All of them. Ridley Scott. Now we can tell your name also. No, okay. I make very different kind of films, not commercially successful. But usually, നമ്മളൊരു മൂവി കാണുമ്പോൾ this is okay. ഇന്ന ഡയറക്ടർ ടച്ച് അല്ല വിഷ്വലി ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ മലയാളത്തിൽ തന്നെ പഠിച്ചാണ്. സി ഭരതണ്ണൊക്കെ ഫിലിം ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഡയലോഗ് റെൻഡറിങ്ങും മാസ്റ്റർ ഷോട്ടും ക്ലോസ് അപ്പ് ആയിരുന്നില്ല സിനിമ. ഇറ്റ് വാസ് വിഷ്വലി ബ്യൂട്ടിഫുൾ, വിഷ്വലി റിച്ച്. സോ ഇറ്റ് വാസ് ലൈക്ക് എ പെയിൻറ്റിങ് ബിക്കോസ് ഹിസ് എസ്തെറ്റിക് സെൻസ് വാസ് സീൻ ഇൻ ദ ഫിലിം. പുള്ളിയുടെ എസ്തെറ്റിക് വാല്യൂസ് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. അദ്ദേഹം ഒരു പെയിൻറ്ററാണ്. ആ പെയിൻറ്റർ ആണെങ്കിൽ ആ പെയിൻറ്ററുടെ വിഷ്വലൈസേഷൻ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. പത്മരാജൻ സാറുടെ ചെയ്യുന്ന സമയത്ത് ഹീസ് എ റൈറ്റർ. ഹീ ക്യാൻ ഇമാജിൻ ജോഗ്രഫി, ഹീ ക്യാൻ സ്മെൽ ദ ഫ്ലവർ. ഇപ്പം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പോൾ എടുത്താൽ അതിൽ യു ക്യാൻ ഫീൽ ദ ജോഗ്രഫി, യു ക്യാൻ ഫീൽ ദാറ്റ് ഇസ് ദ എസെൻസ് ഓഫ് ദറ്റ് ഹോൾ ഫിലിം. സോ സെയിം തിങ് ഇപ്പോൾ വേണുവിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു, വേണു പറഞ്ഞത് അതിലെല്ലാറ്റിലും ആ ഒരു യു ക്യാൻ ഫീൽ ദ ജോഗ്രഫി, യു ക്യാൻ ഫീൽ ദ വിഷ്വൽ സെൻസ്. അങ്ങനത്തെ സിനിമകളിൽ നിന്ന് വളരെ കമ്മിയാണ് വരുന്നത്. സോ അതിൻ്റെ ഒരു ട്രയലാണ്, അതിൻ്റെ ഒരു നമ്മൾ അതിന് എത്തിപ്പെടാൻ ശ്രമിക്കാൻ അതിനുള്ളൊരു ശ്രമമാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ലൈക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വിഷ്വലായിട്ട്, ക്യാൻ വി തിങ്ക് ദ സെയിം സീൻ ഡിഫറെൻ്റ്ലി. Then again you came back to action film. Action film. Again a change. It's a completely action film. It's a very Western action film. It's an adaptation of an English film. Okay. And we approach the whole film in a very matter-of-fact point of view. Okay. There is no unnecessary comedy. There is no. See, whenever I make a film, the thing is, we are making a film, and we do it in a complete belief that ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അത് ഇഷ്ടപ്പെടും. സോ സംതിങ് ഇപ്പോൾ എന്തെങ്കിലും ഒരു താനം നമുക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ബലിയാട് ആവണം ആദ്യം. പക്ഷേ അത് പിന്നീട് ആൾക്കാരത് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ പിന്നീട് അത് ശരിക്കും അത് വർക്കൗട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും, അത് വർക്കൗട്ട് ആയി. എല്ലാ മൂവീസിലും സോങ്സ് എടുക്കുകയാണെങ്കിൽ യു ഗിവ് ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ടു സോങ്സ്. ദേ ആർ ഓൾ ഡിഫറെന്റ് ആൻഡ് റിയലി ബ്യൂട്ടിഫുൾ. കുറച്ച് മെലഡിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ല അതെന്താ വെച്ചാൽ എനിക്ക് ചെറുപ്പം മുതലേ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ലൈക്ക് സോങ്സ് വെരി മച്ച്. No, I don't sing, but I like songs. I can enjoy songs very well. So അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പാട്ട് ചെയ്യുമ്പോൾ ചില സമയം ഞാൻ പറയും പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമ ചെയ്യണമെന്ന്. കാരണം ഞങ്ങൾ പാട്ട് ചെയ്യുന്ന സമയം ഞാൻ ഔസഫിച്ചൻ്റെ കൂടെയാണ് പാട്ടുകൾ ചെയ്യാറ്. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ഫിലിമിൻ്റെ മ്യൂസിക് വന്നിട്ട് ലൂയി ബാങ്ക്സ് ആൻഡ് ശിവമണി ആയിരുന്നു. പുനർദിവാസം മ്യൂസിക് ഇസ് ഡൺ ബൈ ഇറ്റ്സ് ഡൺ ബൈ ലൂയി ബാങ്ക്സ് ആൻഡ് ശിവമണി. അപ്പോൾ സെക്കൻഡ് ഫിലിം തൊട്ടിട്ട് ഔസഫിച്ചനാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു വെറുതെ നമ്മൾ സാധാരണ പോലെ കമ്പോസിംഗ് എന്ന് പറഞ്ഞ റൂം എടുത്ത് ഇരുന്ന് ഹാർമോണിയം വായിച്ച് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് സ്റ്റുഡിയോയിൽ പോവുക, ഒരു ഗ്രൂപ്പ് ഇടും. ഇപ്പോൾ ഒരു ജാസിൻ്റെ ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു ജാസിൻ്റെ ഗ്രൂപ്പ് ഇടും. എന്നിട്ട് ഹൗസ് ഓഫ് ചാനൽ ഗോ ഇൻസൈഡ് ആൻഡ് ഹി വിൽ സ്റ്റാർട്ട് സിംഗിങ്. അപ്പോൾ അതൊന്നും നമ്മൾ പിക്ക് ആൻഡ് ചൂസ് ആണ് സോങ്സ്. ഇപ്പോൾ അതിൻ്റെ ഓരോ സോങ്ങിന് ഐ മേക്ക് ആൻ ഐഡിയ. സി ഫോർ എക്സാമ്പിൾ ലവ്, അതുപോലത്തെ ഇമോഷൻസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ താമര നൂലെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് ജീവിക്കുന്നു. അമ്മയുടെയും അച്ഛൻ്റെയും പെർമിഷൻ ഇല്ലാതെ ദേ വോണ്ട്
have sex. Okay. That is the idea. Oh, okay. Okay, so they both are in the 2 rooms. Okay. But they both are doing the same actions ചെയ്യണം. അവർ പരസ്പരം കാണുന്നില്ല. അപ്പോൾ ഹോൾ സോങ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത്. അപ്പോൾ അങ്ങനെ ഓരോ സോങ്ങിനും ഓരോ ഐഡിയ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അതിനൊരു വിഷ്വൽ പാറ്റേൺ കൊടുക്കണം. പിന്നെ ഇത് മലയാള സിനിമയിൽ ഭരതേട്ടനൊക്കെ ഇഷ്ടം പോലെ ചെയ്തത് ഒരു സോങ് ചെയ്യുന്ന സമയത്ത് സോ ബ്യൂട്ടിഫുള്ളി ഹി പിക്ചറൈസ് സോങ്സ്. അല്ലാതെ വെറുതെ ഒരു 50 ആൾ വന്ന് ഡാൻസ് കളിക്കുന്ന ആയിരുന്നില്ല അന്നത്തെ സോങ്സ്. യുനോ വൈശാലിയിലെ പാട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സോ ഇമോഷണൽ, സോ ബ്യൂട്ടിഫുൾ, സോ പിക്ചറസ്ക്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം എങ്ങനെയാ വെച്ചാൽ വെറുതെ 4-5 ആൾ വരിക, കുറേ ആൾ നിൽക്കുക, ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയും പോയി ഡാൻസ് കളിക്കുക, അങ്ങനെയുള്ള സംഭവം. അല്ലാതെ അവരുള്ള സാധനങ്ങൾ വെച്ചാൽ അന്ന് ബഡ്ജറ്റൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് പോലും അന്നത്തെ പിക്ചറൈസേഷൻ, സോങ് പിക്ചറൈസേഷൻസ് ഇന്നത്തെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ സീ ദ ഡിഫറൻസ്. അവർ അത്രയും ലിമിറ്റേഷൻസ് വെച്ചിട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ പിക്ചറൈസ് ചെയ്തിരിക്കുന്ന സോങ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രാ എഫർട്ട് ഞാൻ എപ്പോഴും സോങ്ങിന് കൊടുക്കാറുണ്ട്. അതെല്ലാ വിഷ്വൽസിനും ഞാൻ കൊടുക്കാറുണ്ട്. കാരണം ഒരു സിനിമ ഓഡിയോ വീഡിയോ മീഡിയം ആണ്, അല്ലാതെ വെറും ഓഡിയോ മീഡിയം അല്ല സിനിമ. വെറുതെ ക്യാമറ വെച്ച് ഡയലോഗ് പറയുന്ന നല്ല സിനിമ. സോ ഇറ്റ്സ് എ വിഷ്വൽ മീഡിയം. ദർ ഷുഡ് ബി എ വിഷ്വൽ ഇന്റർപ്രിട്ടേഷൻ. സോ ഈവൻ കാസ്റ്റിംഗ് വൈസ് ഓൾസോ ലൈക് ടോട്ടലി ഒരിക്കലും ആളുകൾ പ്രതീക്ഷിക്കില്ലല്ലോ. That's how you cast people. അല്ല, കാസ്റ്റിംഗ് ഓൾസോ വൺ തിങ് ഫ്രാങ്ക്ലി ഐ ടെൽ യു വാട്ട്, ലോട്ട് ഓഫ് ടൈം ഇറ്റ് ഓൾസോ ഹാപ്പൻസ് ഓൺ, ഇപ്പോൾ അത് ലോക സിനിമയിൽ തന്നെ ഉള്ളതാണ്. ഇറ്റ്സ് ലോട്ട്സ് മാർക്കറ്റ് ഇൻഫ്ലുവൻസ് കാസ്റ്റിംഗ്. ഇപ്പോൾ നമ്മളൊരു പുനരധിവാസം ചെയ്യുമ്പോൾ ഇറ്റ്സ് അവർ ഓൺ കാസ്റ്റിംഗ്. അതിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള നമുക്കുള്ള പിക്ചർ ഉണ്ടാവാം. ഇപ്പോൾ നന്ദിതയുടെ കാസ്റ്റ് എല്ലാവരും ഒരുപാട് പേര് ചെന്നിട്ട് വൈ നന്ദിത ഇൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഒരു 16-17 വയസ്സ് മുതൽ ഒരു 35 വയസ്സ് വരെയുള്ള ഗ്രോത്ത് വരണം. 1. 2, ഷീ ഷുഡ് ബി എ പുവർ ഗേൾ ടു എ സൊഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് സ്കോളർ. So that body language difference. Then also her eyes should be very intelligent. So that's very simple. So I looked into it and I got Nandita. I went and bounced the script with her and she agreed. അതുപോലെ തന്നെ ദീപ്തി നവൽ. അപ്പോൾ ദീപ്തി നവലിൻ്റെ കാസ്റ്റിംഗ് ഫ്രീക്കി ചക്ര ഓൾസോ ഐ കുഡ് ഡു ദ കാസ്റ്റിംഗ് ബിക്കോസ് അതിലും ഇതുപോലെയാണ്. വയസ്സായിട്ടുള്ളൊരു സ്ത്രീ, ഒരു ചെറുപ്പക്കാരനായ പയ്യൻ വന്നപ്പോൾ ആ സ്ത്രീൻ്റെ കോംപ്ലക്സ് മാറുകയും ആ കോംപ്ലക്സ് അവർക്ക് കിട്ടാത്ത, അതുവരെ കിട്ടാത്ത സ്നേഹം വരികയും ചെയ്തുകൊണ്ട് അതിൽ 2 കാസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ഡിംപിൾ കബാഡി, ഒന്ന് ദീപ്തി നവൽ ആയിരുന്നു ഓപ്ഷൻസ്. പക്ഷേ ഞാൻ ഐ വെന്റ് ഫോർ ദീപ്തി നവൽ ബിക്കോസ് ഡിംപിൾ വന്നാൽ അത് ഓബ്വിയസ് ആവും. Because Dimple had done something Leela. But not only that, also it will look very obvious. Deepti ആവുമ്പോൾ അത് obvious ആവില്ല. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഇതിലെ പ്രൊജക്ഷൻ സിസ്റ്റം. ഈ സിനിമയേക്കാൾ ഉപരി ഇതൊരു കോൺസെപ്റ്റാണ്. ലൈക്ക് ഇവർ ഒരു 150 തിയേറ്ററുകൾ ഡിജിറ്റൈസ് ചെയ്തിട്ട് ഈ സിനിമയുടെ പ്രൊജക്ഷൻ ത്രൂ ഡിജിറ്റൽ ആണ് അവർ ചെയ്യുന്നത്. മലയാളം അല്ല, ആക്ച്വലി ഈ നെറ്റ്വർക്കിംഗ് ഐ തിങ്ക് ലോകത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇത്. Even the releasing wide network pattern, even in I think in world also it is first time. Because 150 theatres. And then what they do is ഈ നമ്മൾ ഫിലിം റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ സിനിമ പ്രിൻ്റ് ഇല്ല. സോ വിത്ത് ഓൾ ദ ഡിജിറ്റൽ നമ്മൾ ഇത് ചെയ്യും. അതായത് ഫസ്റ്റ് വാട്ട് വി ഡു ഇസ് 150 തിയേറ്റേഴ്സ് വരെ ഡിജിറ്റൽ പ്രൊജക്ഷൻ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഈ HD നമ്മൾ ഹൈ ഡെഫിനിഷനിൽ പടം ചെയ്യുമ്പോൾ അതിൽ സ്റ്റോക്കില്ല. അപ്പോൾ ഈ ഹൈ ഡെഫിനിഷൻ എന്നുള്ള സാധനത്തിൽ നിന്ന് നമ്മൾ എല്ലാം സിനിമയുടെ ഫോമാറ്റിൽ ചെയ്തിട്ട് ഫൈനൽ ഫോമാറ്റ് .mov ഫയലാക്കിയിട്ട് വിഷ്വലും വേവ് ഫോമാറ്റ് ആക്കിയിട്ട് സൗണ്ടും നമ്മളൊരു സെൻറ്ററിൽ എത്തിക്കുകയും ആ സെൻറ്ററിൽ നിന്ന് VSAT വഴി എല്ലാ തിയേറ്ററുകളിലേക്കും ഇത് അല്ല ബോംബെ അത് പോവുകയും അവിടെ നിന്ന് അവർ സ്റ്റോർ ചെയ്തിട്ട് ദേ പ്ലേ. അതാണ് ഇതിൻ്റെ നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊരു പുതിയൊരു മലയാളത്തിൻ്റെ തന്നെ ഒരു 76ാമത്തെ വാർഷികം, ഇപ്പോൾ 75 വർഷം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാവാവുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു പ്രൊജക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഒരു വൈഡ് നെറ്റ്വർക്ക് സിനിമ റിലീസ് can be really a history.